30 ദിവസം HIV പറ്റിയുള്ള 30 അറിവുകൾ. Yes to positive. ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന 2 സംഭവങ്ങളാണ് എയ്ഡ്സും HIV-യും. കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് കാര്യം. ആക്ച്വലി HIV-യും എയ്ഡ്സും ഒന്നാണോ? HIV അതൊരു വെറും വൈറസ് മാത്രമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പം ആ ഒരു HIV ബൂമിങ്ങിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എഫക്റ്റ് ആവുന്നത് HIV മാത്രമാണ്. ഇത് ചികിത്സിക്കാത്ത പക്ഷം ഇതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടാണ് എയ്ഡ്സ് വരുന്നത്. അതൊരു 10 മുതൽ 12 വർഷക്കാലം എടുക്കും. ചിലപ്പോൾ അതിൽ ഉപരി വർഷങ്ങൾ എടുത്തേക്കാം ആളിൻ്റെ ഇമ്മ്യൂണിറ്റി അനുസരിച്ച്. അപ്പോൾ ഈ എല്ലാ ആളുകളും എയ്ഡ്സ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്താറേയില്ല. കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു എയ്ഡ്സ് രോഗിയെ കടിച്ച കൊതുക് എന്നെ വന്നപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ, കൊതുക് കുത്തി കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ ഒരു ബ്ലഡ് എക്സ്ചേഞ്ച് നടക്കില്ല, അപ്പോൾ അയാൾക്ക് എയ്ഡ്സ് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും. HIV എന്നത് ഒരു വൈറസ് മാത്രമാണെന്ന് ഓർക്കണം. അതിനെ ചികിത്സിക്കാത്ത പക്ഷം വരുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ്. എയ്ഡ്സിലോട്ട് അധികം ആരും എത്തുകയേയില്ല. പല മാധ്യമങ്ങളും ഇത് തെറ്റായിട്ടാണ് ഇപ്പോഴും ഉച്ചരിക്കുന്നത്. പല ഡോക്ടർമാരും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആക്ച്വലി എയ്ഡ്സ് രോഗികളുടെ എണ്ണം അല്ല വർദ്ധിക്കുന്നത്, HIV പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്. HIV-യും എയ്ഡ്സും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് ദയവായി മനസ്സിലാക്കുക. എയ്ഡ്സിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും നശിച്ചു പോവും. മറ്റ് ഇൻഫെക്ഷൻസ് വരാം, അവർക്ക് ക്യാൻസർ, TB പോലുള്ള അവസ്ഥയിലോട്ടൊക്കെ വരാം ചികിത്സിക്കാത്ത പക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ. പക്ഷേ HIV പോസിറ്റീവായ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ല. അവർക്ക് ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. അതിനുള്ളിൽ ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരത്തേയില്ല. അവർക്ക് നോർമൽ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റൊരു നല്ല അറിവുമായിട്ട് നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്.